വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ബേപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ പറഞ്ഞത് 10,000 വോട്ടിനെങ്കിലും കുറഞ്ഞത് താൻ വിജയിക്കുമെന്നാണ്. അതായത് ഭൂരിപക്ഷം അവിടെ നിൽക്കട്ടെ, വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ PV അൻവറിന് തെല്ലിട കുറവില്ല. അതായത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാനാർത്ഥികളും ഈ അവസാന നിമിഷം വരെ ജയപ്രതീക്ഷയുണ്ട്, ജയിക്കുമെന്ന് പറയുമല്ലോ. പക്ഷേ PV അൻവർ എന്ന രാഷ്ട്രീയ ചാണക്യൻ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഇതേ ആത്മവിശ്വാസം കുറയാതെ വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ മെയ് 4 എന്ന ദിവസത്തിൽ ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം തന്നെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇടതുകോട്ടയായിട്ടുള്ള ബേപ്പൂർ അങ്ങനെ തന്നെ ഭദ്രമാവുമെന്നാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വോട്ടെടുപ്പിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് PV അൻവറെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ ബേപ്പൂരിന് വലിയൊരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട് എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വന്നിരുന്നത്. ഈ കാര്യം സൂചിപ്പിക്കുന്നത് ബേപ്പൂർ പിടിച്ചെടുക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക പരിഗണനയോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ PV അൻവറിന് ലഭിച്ചേക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ പൊതുവെ ഒരു വിലയിരുത്തൽ വരുന്നത്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ അൽ ഹിന്ദ് ബിസിനസ് സെന്റർ.